മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹയുടെ മകൾ അസ്മാ റളിയല്ലാഹു തആല അൻഹ. മഹദി അവർകൾ ഒരു ജുബ്ബ എടുത്തുകൊണ്ട് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ഹാദിഹി ജുബ്ബത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കാണുന്ന ഷർട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷർട്ടായിരുന്നു. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിലായിരുന്നു ഈ ഷർട്ട് ഉണ്ടായിരുന്നത്. മഹദി അവർകൾ മരിക്കുന്നത് വരെയും റസൂലുള്ളാഹിന്റെ ആ കുപ്പായം മഹദി അവർകൾ സൂക്ഷിച്ചിരുന്നു. അങ്ങനെ മഹദി അവർകൾ വഫാത്തായപ്പോൾ ആ ഷർട്ട്, ആ കുപ്പായം ഞാൻ കൈവശപ്പെടുത്തി. എൻ്റെ അടുക്കലായിരുന്നു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൽബിസുഹാ. ആ വസ്ത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകമായി അതിനെ സൂക്ഷിച്ചിരുന്നു. മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ആ വസ്ത്രം ഞങ്ങൾ നഅ്സിലുഹാ, ആ വസ്ത്രത്തെ ഞങ്ങൾ കഴുകും. എന്തിനു വേണ്ടി? ലിൽ മർളാ യുസ്തശ്ഫാ ബിഹാ, രോഗമുള്ള ആൾക്കാർക്ക് രോഗശമനത്തിന് വേണ്ടി ആ വസ്ത്രത്തിനെ ഞങ്ങൾ കഴുകുകയും രോഗിയായി വരുന്ന വ്യക്തികൾക്ക് ആ വസ്ത്രം കഴുകിയ വെള്ളം കൊടുക്കാറുണ്ട് എന്ന് മഹദിയായ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്ന ഈ ഹദീസ് ശറഹ് മുസ്ലിം, സ്വഹീഹ് മുസ്ലിമിൽ ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സ്വഹീഹ് മുസ്ലിമിലുള്ള ഈ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാനായ ലോക പ്രശസ്ത പണ്ഡിതൻ മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, വഫീ ഹാദൽ ഹദീസ്, ഈ ഹദീസിലുണ്ട് ദലീലുൻ, തെളിവുണ്ട്, അലാ തബറുകി ആസാരി സ്വാലിഹീന വ സിയാബിഹിം. മഹാനായ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഈ ഹദീസിന്റെ വെളിച്ചത്തിൽ മഹാന്മാരാകുന്ന വ്യക്തിത്വങ്ങളുടെ ആസാറ് കൊണ്ട് ബറക്കത്തെടുക്കൽ നല്ലതാണ്, അതിന് തെളിവാണ്. അവരുടെ വസ്ത്രങ്ങളും നമുക്ക് ബറക്കത്തെടുക്കാൻ പറ്റുന്നതാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഇതിനപ്പുറം എന്ത് തെളിവ് വേണം?